അപ്പോൾ ഞാൻ പാത്രം ഒന്ന് അടച്ചിട്ടിരുന്നു. ഇനി പാത്രത്തിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ട്, ഉള്ളു വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് കുറച്ച് മൂത്തിട്ടുണ്ട്, ഇനി മറു സൈഡ്. ഇത് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഇത് ഉള്ളൊന്ന് വേകണം, ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകണം, ലൈറ്റായിട്ട്. അപ്പോൾ നമ്മുടെ മത്തി പാകത്തിന് മൂത്ത് കഴിഞ്ഞു രണ്ട് സൈഡും. ഇനി നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റാൻ പോകും. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി എണ്ണയുണ്ട്. എണ്ണ ആ മസാലയൊക്കെ അതിലിട്ട് വറുത്തത് കൊണ്ട് അതിൻ്റെ ആ മീനിൻ്റെ രുചിയെല്ലാം ഇറങ്ങിയ എണ്ണയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് വഴറ്റാൻ പോകണം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇനി ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ. ഇനി ഒന്ന് മൂത്ത് നിറം മാറാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് തൊലി കളഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ 1/4 കപ്പ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ വീണ്ടും മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, 1 ടൊമാറ്റോ കനം കുറച്ച് നീളത്തിനരിഞ്ഞ്, ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇനി ടൊമാറ്റോ ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചേർക്കേണ്ടത് കറിവേപ്പില നേരത്തെ മീൻ വറുത്തപ്പോൾ ചേർത്തു. അതെല്ലാം ഈ എണ്ണയിൽ കയറിയിട്ട് അതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ ഉണ്ട് എണ്ണയിൽ. ഇനിയാണ് നമ്മളൊരു കാര്യം ചേർക്കാൻ പോകുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ്. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത്, നല്ല കട്ടി തേങ്ങാപ്പാലാണ്, ഒരു 1/2 കപ്പോളം ചേർത്തു. അത് ഇങ്ങനെ ഇതിൻ്റെ കൂടെ കിടന്ന് വറ്റി അതിൻ്റെ എണ്ണ തെളിയുന്നൊരു പാകമാവണം. കുറച്ച് ഗ്രേവി ഒന്ന്, ആ അരപ്പൊന്ന് ഇച്ചിരി കട്ടിയാവണം, എന്നാൽ ഭയങ്കര കട്ടിയായിരിക്കരുത്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് തേങ്ങാപ്പാലിൽ നിന്നും. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത് 3ാമത്തെ സ്റ്റേജാണ്. അത് വേറൊരു പ്രോസസ്സാണ്, അതും കൂടി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി, ഫിഷ് ഫ്രൈ റെഡി. എന്താ മണം! ഇവിടെ നല്ലൊരു മണമൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഞാൻ. നാടൻ ഒരു രുചിയുടെ മണമാണ്. ഇനി ചെയ്യാൻ പോണത് കുറച്ച് ഇല വേണം, വാഴയില. അതൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പം നമുക്കിപ്പോൾ 4 വാഴയിലയുടെ ആവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ വാട്ടിയെടുത്ത ഇല ഇവിടെ റെഡിയാണ്. അപ്പോൾ ആദ്യത്തെ ഇലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല എടുക്കുക. ആദ്യം വയ്ക്കാം. ഇതിൽ നിന്നും മത്തി ആയതുകൊണ്ട് നമുക്ക് 2 എണ്ണം വയ്ക്കാം. എടുത്തു. എന്നിട്ട് അതിൻ്റെ മേളിലും കൂടി കുറച്ച് ഗ്രേവി. ഇതിനെ ഒന്ന് പൊതിയുന്ന രീതിയിൽ അരപ്പൊഴിക്കുക. ഇത് വാട്ടിയലയാണ്, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും മടക്കാം. ഈ വാഴയുടെ തന്നെ നാര് എടുത്തിട്ട് വേണമെങ്കിൽ, ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല, എന്നാലും ഒന്ന് കാണിക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഒരു പാർസൽ റെഡി. ഇതിന് പൊള്ളിച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് ആവശ്യമുള്ളതായില്ലേ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ പാർസലെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് 4 എണ്ണം നന്നായിട്ട്, 2 എണ്ണത്തിന് ഞാൻ നാട കൊണ്ട് കിട്ടിയിട്ടുണ്ട്. നാട എന്ന് പറഞ്ഞാൽ നൂലൊന്നുമല്ല, നമ്മുടെ വാഴ നാര് കൊണ്ട് തന്നെ കെട്ടിയിരിക്കുകയാണ്. 2 എണ്ണത്തിനെ വെറുതെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും നല്ല പാർസലാണ്. ഇനിയാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. പൊള്ളിക്കുക എന്ന് പറയുമ്പോൾ ചുട്ടെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ട്രഡീഷണൽ വേയിൽ അത് ചെയ്യുകയാണെങ്കിൽ നല്ല മൺചട്ടിയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് പൊള്ളിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനൊരു നോൺ സ്റ്റിക്ക് തവയിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഒരു തവ, ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വയ്ക്കുക. അപ്പോൾ വീട്ടിൽ സാധാരണ നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, സാധാരണ ദോശക്കല്ലായാലും മതി. അപ്പോൾ ആദ്യത്തെ പാർസൽ നമുക്കൊന്ന് ഇതിലേക്ക് വയ്ക്കാം. ഓക്കെ, ഒരെണ്ണം കെട്ടിയതും ഒന്ന് കെട്ടാത്തതും ആയിക്കോട്ടെ. അപ്പോൾ നല്ലതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക.
അപ്പോൾ ഇതിങ്ങനെ പൊള്ളി വരുമ്പോൾ ഇത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇലയൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരുന്ന കാണാം. അകത്തിരിക്കുന്ന മീൻ ഇങ്ങനെ പൊള്ളി വരുമ്പോൾ അതിങ്ങനെ പിടയ്ക്കുന്നതായിരിക്കും, പൊള്ളും. ആ പൊള്ളി കഴിയുമ്പോൾ അതിനെ ഒന്ന് തിരിച്ചിടുക. അപ്പോൾ ഒരു സൈഡ് പാകത്തിന് പൊള്ളിയിട്ടുണ്ട്, ഇനി അതിനെ തിരിച്ചിടാം. ഇനി മറു സൈഡ് കണ്ടല്ലോ, ഇത് ഇച്ചിരി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അകത്തിരുന്ന് മീൻ ഇങ്ങനെ പൊള്ളി വിറയ്ക്കുവാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി മറു സൈഡും കൂടി ഒന്ന് പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ തവയിൽ നിന്നും മാറ്റും. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഒരു സൈഡ് പാകത്തിന് മൂത്ത് കഴിഞ്ഞു, മറിച്ചിട്ടു. ഇനി മറു സൈഡും കൂടി ഒന്ന് പാകത്തിന് മൂക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് ഇങ്ങനെ എന്താ പറയുക എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുക. മത്തി അകത്തിരുന്ന് ഇങ്ങനെ പൊള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, അവൻ പൊള്ളി വന്നാലേ നമ്മൾക്ക് ശരിക്കും ഒരു മത്തി പൊള്ളിച്ചത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ആ ഇലയൊക്കെ കരിഞ്ഞ് വരുന്ന ആ ഒരു പൊള്ളി വരുന്നൊരു മണം. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഇതും കൂടി ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ആദ്യത്തെ സെറ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഇലയൊക്കെ ഒരു മാതിരി കരിഞ്ഞു, അതിൻ്റെ നൂലെല്ലാം പൊട്ടി എന്താ പറയുക കരിഞ്ഞു പൊട്ടി. ഇനി അത് നമ്മൾ ഈ തവയിൽ നിന്നും മാറ്റാൻ പോവാണ്. പൊള്ളിച്ചതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ എണ്ണയൊന്നും വേറെ പുരട്ടിയിട്ടില്ല, ഇതെല്ലാം തന്നെ ആ മസാലയിലുള്ള എണ്ണയും മീനിലുള്ള എണ്ണയും എല്ലാം കൂടി ഇറങ്ങി വന്നതാണ്.